ശ്രീ കെ രാംകുമാർ, ഏക സിവിൽ കോഡ് ഭാരതത്തിൽ എത്രത്തോളം അനിവാര്യമാണ്? ഭരണഘടന ഉറപ്പു നൽകുന്ന മതേതരത്വം, സമത്വം ഇവയൊക്കെ നിലനിർത്താൻ ഏക സിവിൽ കോഡിന്റെ പ്രാധാന്യം ഇന്നത്തെ ഇന്ത്യയിൽ എത്രത്തോളമാണ്? നമ്മുടെ ഭരണഘടനയുടെയും നമ്മുടെ വിശ്വാസ സംഹിതകളുടെയും അടിസ്ഥാന തത്വം നാനാത്വത്തിൽ ഏകത്വമാണ്. ഇവിടെ വിവിധ മതങ്ങളുണ്ട്, വിവിധ ജാതികളുണ്ട്, വിവിധ വേഷങ്ങളുണ്ട്, വിവിധ ഭക്ഷണ രീതികളുണ്ട്. പക്ഷേ ഇവയൊക്കെ ബന്ധിപ്പിക്കുന്ന പൊതുവായ ഒരു വികാരമുണ്ട്. അത് ഈ രാജ്യത്തെ ഐക്യം, ഏകത തുടങ്ങിയത്. നിർഭാഗ്യവശാൽ ഞങ്ങൾ വേറെ മതക്കാരാണ്, ഞങ്ങൾക്കൊരു രാജ്യം വേണം എന്ന് പറഞ്ഞ ആളുകൾ പിന്നീട് ഞങ്ങൾക്കൊരു ജില്ല വേണം എന്ന് പറഞ്ഞു. ഇത് രണ്ടും കൊടുക്കേണ്ടി വന്നു. നിസ്സഹായത കൊണ്ടല്ല, പ്രീണനം കൊണ്ട്. അന്ന് ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് നാം കാണുന്ന പല സാമൂഹ്യ തിന്മകളും നമുക്ക് ഒഴിവാക്കും. പക്ഷേ നിർഭാഗ്യവശാൽ ഈ രാജ്യത്തിൻ്റെ ആവേശവും ആത്മാവുമായിരുന്ന ചില പ്രസ്ഥാനങ്ങൾ ഇന്ന് മൗലികവാദികളുടെ അടിമകളായി മാറിയിരിക്കുകയാണ്, മാനസികമായിട്ടും രാഷ്ട്രീയമായിട്ടും. ഇവരാണ് പറയുന്നത് ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു, മൗലാന അബ്ദുൽ കലാം ആസാദ് തുടങ്ങിയ പ്രഗത്ഭരടങ്ങിയ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ ആർട്ടിക്കിൾ 44 അനുസരിച്ച് രാജ്യത്ത് ഏക സിവിൽ കോഡ് വേണം എന്ന് പറഞ്ഞത് നടപ്പാക്കണ്ട എന്ന്. എന്താ ഇതിനർത്ഥം? ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു RSS ആയിട്ട് അടുത്ത ബന്ധമില്ല. മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ്. ഇത്തരം പ്രഗത്ഭന്മാരാണ് നമ്മുടെ ഭരണഘടനയിൽ ഏക സിവിൽ കോഡ് എന്ന് ആർട്ടിക്കിൾ 44 എഴുതി ചേർത്തത്. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമേ അല്ല, രാഷ്ട്രത്തിൻ്റെ പ്രശ്നമാണ്. കാരണം നാം വിശ്വസിക്കുന്ന ഏകത, നാനാത്വത്തിൽ ഏകത്വം വേണമെങ്കിൽ ഈ രാജ്യത്തെ എല്ലാവർക്കും ഒരു നിയമം വേണം. എനിക്ക് ഒരു നിയമം, നിങ്ങൾക്ക് വേറെ നിയമം. എനിക്കൊരു രാജ്യം എൻ്റെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞതിന് കീഴടങ്ങിയതിനേക്കാൾ മോശമായിരിക്കും എനിക്ക് എൻ്റെ മതസ്ഥാനത്തിൽ വേറെ നിയമം എന്നുള്ളതിന് കീഴടങ്ങും. അതിന് കീഴടങ്ങാൻ തയ്യാറായിരിക്കുന്ന ബലഹീനമായ ചില പ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്തുണ്ട്. അവരോട് സഹതാപം വെച്ച് പുലർത്തിക്കൊണ്ട് തന്നെ നമുക്ക് പറയണം, ഇന്നല്ല എല്ലാ കാലത്തും ഏത് പരിഷ്കൃത സമൂഹത്തിനും ഏകീകൃത സിവിൽ കോഡ് അത്യാവശ്യമാണ്. ഞാൻ പറയട്ടെ, നമ്മുടെ ഗോവയിൽ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പടിഞ്ഞാറൻ കടൽ തീരത്തുള്ള ചെറിയ പ്രദേശത്ത് ഏകീകൃത സിവിൽ കോഡാണോ? അവിടെ ആകാശം ഇടിഞ്ഞു വീണോ? ഏതെങ്കിലും മതസ്ഥർ പരാതി പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അതേപോലെ പല കാര്യങ്ങളിലും ഐക്യം വന്നു കഴിഞ്ഞു. നമ്മുടെ ഭരണഘടനയിലെ 15ാം അനുച്ഛേദം പറയണത് ജാതി, മത, ഭാഷ, ലിംഗ വ്യത്യാസങ്ങൾ ഒരിക്കലും പാടില്ല എന്നാണ്. നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞു, ഭരണഘടനയിലെ 25ഉം 26ഉം നൽകുന്ന മതസ്വാതന്ത്ര്യങ്ങൾക്ക് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 44 ഒരിക്കലും തടസ്സമല്ല. കാരണം മതസ്വാതന്ത്ര്യമെന്ന് പറഞ്ഞാൽ പ്രത്യേക മതവിഭാഗത്തിന് നിയമം എന്നു ഒരു ബുദ്ധിശക്തിയുള്ള ഒരു കോടതിയും പറഞ്ഞില്ല. നമ്മുടെ കേരളത്തിലുള്ള ജോൺ വല്ലമറ്റം എന്നൊരു വ്യക്തി ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു ഹർജി കൊടുത്തു. ഞാൻ എൻ്റെ അഭിഭാഷക സുഹൃത്തുക്കൾ 2 പേരുണ്ട്, പ്രഗത്ഭനായ ഒരു പത്രപ്രവർത്തകനുണ്ട്, അവർക്ക് മനസ്സിലാവും. ഞാനൊന്ന് വായിച്ചോട്ടെ. ഇറ്റ്സ് എ മാറ്റർ ഓഫ് റിഗ്രറ്റ് ദാറ്റ് ആർട്ടിക്കിൾ 44 of the Constitution has not been given effect to. Parliament is still to step in for framing a common civil code in the country. A common civil code will help the cause of national integration by removing the contradictions based on ideology. ഇത് 2003 ഒരു 3 അംഗ സുപ്രീം കോടതി ബെഞ്ചിൻ്റെ വിധിയാണ് ഞാൻ വായിച്ചത്. ഇതിനു മുമ്പ് JS വർമ്മ ചീഫ് ജസ്റ്റിസ് വിശദമായി ഇതിനെപ്പറ്റി
ഈ അഭിപ്രായം തന്നെയാണ് ഭാഗ്യവശാൽ ഇന്ന് കർണാടക ഹൈക്കോടതി ആദ്യം. ഇതിലെന്താ അത്ഭുതത്തിന് അവകാശം? ഈ രാജ്യത്ത് ഏകത എല്ലാ കാര്യത്തിലും നിലനിൽക്കണം. സിവിൽ നിയമം വേണ്ട എന്ന് പറയുന്ന ആളുകൾ നാളെ ക്രിമിനൽ നിയമം ഞങ്ങൾക്ക് ഷറിയത്ത് വേണമെന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്ത് സേനാപതി വേണു തലകുലിക്ക് സമ്മതിക്കുമോ? അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ട് ചിലപ്പോൾ സംഭവിച്ചാൽ നമുക്ക് ആർക്കും അത്ഭുതം തോന്നില്ല. കാരണം മൊയ്ത് മൗലവിയുടെയും മുഹമ്മദ് അബ്ദുറഹ്മാൻ്റെയും പാർട്ടി ഇന്ന് കേരളത്തിൽ എന്തൊരു ഗതികേടിലാണ് എന്ന് നമുക്ക് സഹതപിക്കാനല്ലാണ്ട് എന്താണ് മാർഗം? ആ അടിമ മനോഭാവം അല്ലെങ്കിൽ ആ വിധേയത്വം വെച്ചുകൊണ്ട് സംസാരിക്കരുത്. രാജ്യത്തിന് എന്ത് വേണം, രാജ്യത്തിൻ്റെ താല്പര്യത്തിന് ഏതാണ് യുക്തം എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ആരും വ്യത്യസ്ത സിവിൽ നിയമങ്ങൾ ഈ രാജ്യത്തുണ്ടാകണം എന്ന് വാദിക്കില്ല. ഉദാഹരണത്തിന് ഇവിടെ ഷറിയത്ത് നടപ്പാക്കിയത്, ഷറിയത്ത് മുസ്ലിം പൗരന്മാർക്ക് മാത്രമാണല്ലോ. ഒരു കളവ് കേസിൽ രാമനും റഹീമും റാഫേലും പ്രതികളായി. രാമനും റാഫേലും 3 മാസത്തെ തടവ് കൊണ്ട് രക്ഷപ്പെടും. റഹീം കൈ വെട്ടണം, കാരണം ഷറിയത്താണല്ലോ. ഇതാണോ ഇവരുദ്ദേശിക്കുന്ന നിയമം? അപ്പം ക്രിമിനൽ നിയമത്തിൽ ഇത് നടപ്പാക്കിയാൽ, ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞത് മാത്രം, ഇതാണ് ഭവിഷ്യത്തെങ്കിൽ സിവിൽ നിയമത്തിൽ നമ്മുടെ പാവപ്പെട്ട മുസ്ലിം സ്ത്രീകൾ ഇന്ന് യാതന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുഭാര്യത്വം, മുത്തലാക്ക്, സ്വത്തിന് അവകാശമില്ലായ്മ, സ്ത്രീ സമത്വത്തിന് വേണ്ടി വാദിക്കുന്ന ഈ രാജ്യത്ത് സുനിത വില്യംസ് ബഹിരാകാശത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്ന പരിഷ്കൃത സ്ത്രീ സമൂഹം പുരോഗമിച്ചിരിക്കുന്ന ഈ രാജ്യത്ത് സ്ത്രീകളെ പിന്നോക്കം നിൽക്കുന്ന പ്രത്യേക നിയമങ്ങൾ വേണം എന്നാവശ്യപ്പെടുന്നത് വാസ്തവത്തിൽ അത്ഭുതകരമാണ്. അതാണ് പുരോഗമനം, അതാണ് സോഷ്യലിസം എന്ന് ഈ രാജ്യത്തെ സാധാരണക്കാർ പോലും വിശ്വസിക്കാൻ. അങ്ങനെ പറയുന്നവരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ സഹതപ്പിക്കാനേ നമുക്ക് നിർവാഹമുള്ളൂ. കാരണം സ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, പ്രത്യേകം മുസ്ലിം വിഭാഗത്തിൽ സ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യാതനകൾക്ക് വിരാമമുണ്ടാവണമെങ്കിൽ മുത്തലാഖ് നിർത്തൽ ചെയ്തത് ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും ബംഗാളിലെയും മുസ്ലിം സ്ത്രീകൾ സഹർഷം സ്വാഗതം ചെയ്തു. അവരൊക്കെ ഒരു ഏകീകൃത സിവിൽ നിയമത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ രാഷ്ട്രീയമായ വിലപേശൽ കൊണ്ട് മാത്രമാണ് തടസ്സം. അതുകൊണ്ട് എത്രയും വേഗം ഗോവയിലൊക്കെ നടപ്പാക്കിയ മാതിരി ഭാരതത്തിൽ മുഴുവൻ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സുപ്രീം കോർട്ട് പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടും ഇത് പതിവുള്ള വാദം ഇതിന് ബാധകമല്ല. ഇതാ RSSകാർ മുസ്ലിം വിരുദ്ധത കാണും. ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലു RSSകാരനായിരുന്നില്ല. ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ കലാം ആസാദ് RSSകാരനായിരുന്നില്ല. 1950 ഭരണഘടനയുടെ 44-ാം അനുച്ഛേദം നമ്മുടെ ഭരണഘടനയിൽ ഭാഗമാക്കുമ്പോൾ ഒരൊറ്റ RSS പ്രതിനിധി പോലും കോൺസ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ട് ആ പതിവുള്ള ശൈലി ഉണ്ടല്ലോ, എന്ത് കണ്ടാലും RSS ഇമ്പാച്ചി കാണിച്ച് വോട്ട് തട്ടുന്ന അതിപ്പോൾ പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ദയവ് ചെയ്ത് ഈ കാര്യത്തിൽ എടുക്കരുത്. കാരണം നമ്മുടെ സ്ത്രീ സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യാതനകൾ, പ്രത്യേകിച്ചും വിദ്യാഭ്യാസപരമായി സാംസ്കാരികമായും പിന്നോക്കം നിൽക്കുന്ന നമ്മുടെ മുസ്ലിം സഹോദരിമാരോട് അല്പമെങ്കിലും സൗമനസ്യമോ സഹതാപമുള്ള ആളുകൾ ഒരിക്കലും ഒരു ഏകീകൃത സിവിൽ നിയമത്തെ എതിർക്കില്ല. കാരണം വിവാഹം, പിന്തുടർച്ചാവകാശം തുടങ്ങിയ കാര്യത്തിൽ വിവേചനം പാടില്ല എന്ന് സുപ്രീം കോടതി പല ഇതിലും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുസ്ലിം സ്ത്രീകളെ മാത്രം ശ്രീരാംകുമാർ അങ്ങയിലേക്ക് എത്താം. അതാണ് ശ്രീരാംകുമാർ അങ്ങയിലേക്ക് എത്താം.